ആചാര്യ ടി വി ഹിന്ദു ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ജ്യോതിഷ വിഷയത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് പറയാൻ പോകുന്ന ഒരു ജ്യോതിഷ വിഷയമാണ് വീടും സ്ഥലവും വിൽക്കാനായിട്ട് കൂടോത്രവും മന്ത്രവാദവും ചെയ്യണ്ട എന്നാണ്. ഇന്ന് പലരും ചെയ്യുന്ന ഒരു പരിപാടിയാണ്. വീടും സ്ഥലവും വിൽക്കാനായിട്ട് നോക്കും. അവർ ക്ഷേത്രത്തിലോട്ടൊന്നും പോകില്ല, നേരെ പോകുന്നത് വേറെ ഏതെങ്കിലും വിധത്തിൽ കൂടോത്രം ചെയ്യാനും അവിടെ ദുർമന്ത്രവാദം ചെയ്യാനൊക്കെ ആയിരിക്കും. എങ്ങനെയെങ്കിലും അവർക്ക് ആ ഭൂമി ഒന്ന് വിറ്റ് പോയാൽ മതി. അപ്പോൾ ആ ഭൂമി വിൽക്കാൻ വേണ്ടി ഇവർ വളഞ്ഞ വഴിയാണ് നോക്കുന്നത്, നേരായ വഴിക്ക് പോകില്ല. നേരായ വഴിക്ക് പോയാൽ അവിടെ കാര്യസാധ്യത ഉണ്ടാവും. പക്ഷെ ഇവന്മാർക്ക് ഇതൊന്നും അറിയില്ല. അവർ കരുതേക്കണ എന്താണ്, അവിടെ കൂടോത്രം ചെയ്തിട്ടാലും അല്ലെങ്കിൽ മന്ത്രവാദം ചെയ്തിട്ടാലും ഏലസ് കുഴിച്ചിട്ടേനെങ്കിലും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വിധത്തിൽ എന്തെങ്കിലും ഇത് കുഴിച്ചിട്ടാൽ ഇതൊക്കെ വെച്ചാൽ ആ ഭൂമി പെട്ടെന്ന് വിറ്റുപോകും എന്ന് പറഞ്ഞ് അങ്ങനെ അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്ന ചില ആൾക്കാർ ഇല്ല കയ്യിൽ ഇവർ ചെന്ന് അകപ്പെടും. അവർ ആയിരക്കണക്കിന് രൂപ മേടിച്ച് ഇവരെ തട്ടിക്കും. അതാണ് കണ്ടുവരുന്നത്. അപ്പം ഞാൻ പറയണത് എന്തിനാണ്, ഈ ഭൂമി വിൽക്കാൻ അല്ലെങ്കിൽ വീടും സ്ഥലവും വിൽക്കാൻ നിങ്ങൾ ഇങ്ങനെയുള്ള ദുരാചാരങ്ങൾക്കൊന്നും പോകണ്ട. നമുക്ക് നമ്മുടെ ദൈവികമായ കാര്യങ്ങളുണ്ട്. നമ്മുടെ ആചാര്യന്മാർ നമ്മുടെ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് പല കാര്യങ്ങളും നമുക്ക് വേണ്ടി പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾ ആ വഴിക്കൊന്ന് പോകണമെന്നാണ് ഞാൻ പറയുന്നത്. വീടും സ്ഥലവും വിൽക്കാൻ ഇങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഈ തട്ടിപ്പുകൾ പലതും നടക്കുന്ന കാലമാണ്. ഒത്തിരി ആൾക്കാർ തട്ടിപ്പിന് ഇരയായിട്ടുണ്ട്. പണം നഷ്ടപ്പെട്ട പലരെയും നമുക്കറിയാവുന്ന കാര്യമാണ്. ഞാൻ പറയണ്, അതായത് ഭൂമി വിൽക്കാനായിട്ട്, ഈ ഭൂമി എന്ന് പറഞ്ഞാൽ എന്താണ്, ഭൂമിയുടെ കാരകത്തുള്ള ഗ്രഹം ഏതാണെന്നറിയോ നിങ്ങൾക്ക്? ഭൂമിയുടെ കാരകത്തുള്ള ഗ്രഹം ചൊവ്വയാണ്. ചൊവ്വ ഗ്രഹമാണ് ഭൂമിയുടെ കാരകത്വം ഉള്ളത്. ചൊവ്വയുടെ ദേവൻ ആരാണെന്നറിയോ? സുബ്രഹ്മണ്യനാണ്. അപ്പം നമുക്ക് ചൊവ്വ എന്ന ഗ്രഹം ഈ ഭൂമിയുടെ ഉടമസ്ഥനി അനുകൂലമാണോ പ്രതികൂലമാണോ എന്നാണ് അവിടെ ചിന്തിക്കേണ്ടത്. അല്ലാണ്ട് അവിടെ കൂടോത്രവും മന്ത്രവാദവും അല്ല ചെയ്യേണ്ടത്. അപ്പം നമുക്ക് ചില വസ്തുക്കൾ നമ്മൾക്ക് പരമ്പരാഗതമായിട്ട് ദൈവാനുഗ്രഹത്താൽ നമുക്ക് കിട്ടിയ വസ്തുവാണ്. ആ വസ്തു നമുക്ക് അനുകൂലമായിട്ട് നിൽക്കുകയാണ്. അല്ലാതെ നമ്മളെ തട്ടിച്ചും മുഞ്ചിച്ചും മേടിച്ചാലല്ല ആൾക്കാരുടെ ഒന്നും ഇല്ലേ. നിങ്ങൾ കാശ് കൊടുത്ത് വേർപ്പൊഴുകി ഉണ്ടാക്കിയ കാശ് കൊണ്ടായിരിക്കും അത് വാങ്ങിച്ചേക്കുന്നത്. അപ്പം അത് നിങ്ങൾക്ക് അനുകൂലമായിട്ട് തന്നേക്കണേണ്. അങ്ങനെയുള്ള ചില വസ്തുക്കൾ നിങ്ങളുടെ കയ്യിൽ വന്നാൽ അത് തിരിച്ചു പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം തിരിച്ചു പോകണമെങ്കിൽ ഈ ഭൂമിയുടെ കാരകനായ ചൊവ്വ നമുക്ക് അനുകൂലമായി നിൽക്കുമ്പോൾ പോകില്ല. അത് പ്രതികൂലമാണെങ്കിൽ പെട്ടെന്ന് പോകും. അതാണ് ചില സ്ഥലത്തൊക്കെ ഭൂമി വിൽപ്പനയെന്നും പറഞ്ഞ് ബോർഡൊക്കെ എടുത്ത് തൂക്കിയിട്ടിട്ടുണ്ടാവും. ബോർഡ് അവിടെ കിടന്ന് നശിച്ചു പോയാലും ആ ഭൂമി വിറ്റു പോകില്ല. എന്താ കാരണം? ഭൂമി അവർക്ക് അനുകൂലമായിട്ട് നിൽക്കണേന്. പിന്നെ ആ ഭൂമി അവരുടെ കയ്യിൽ നിന്ന് പോകുമോ? അപ്പം ആ ഭൂമിയുടെ കാരകത്തുള്ള ചൊവ്വാഗ്രഹം, ആ ചൊവ്വാഗ്രഹത്തിൻ്റെ ദേവന് നമുക്ക് വേണ്ട വിധത്തിലുള്ള കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ ഭൂമി അനുകൂലമാണോ പ്രതികൂലമാണോ എന്ന് നോക്കണ്ടേ? അത് നല്ലൊരു ജ്യോത്സ്യനെ നോക്കി പറയാൻ പറ്റും തീർച്ചയായിട്ടും. അപ്പം ഞാനിതാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഭൂമി പ്രതികൂലമായിട്ട് വന്നാൽ ആ ഭൂമി വിറ്റുപോകാനുള്ള കാര്യങ്ങൾ അപ്പം നമുക്കുള്ളിൽ വന്നു ചേരും. ഇല്ലെങ്കിൽ നമ്മൾ പ്രതികൂലമാക്കി മാറ്റാനായിട്ട് തമ്പുരാനോട്, അതായത് ഒടേ തമ്പുരാനോട്, അതായത് ഭൂമിയുടെ ദേവനോട് നമുക്കൊന്ന് പ്രാർത്ഥിക്കണം. അതിനുള്ള വഴികൾ യഥാവിധി അങ്ങനെ ചെയ്താൽ, യഥാവിധി കാര്യങ്ങൾ നടത്തിയാൽ അവിടെ നേട്ടങ്ങളുണ്ടാവും. ആ ഭൂമി വിറ്റുപോകാനുള്ള സാധ്യതകൾ വരും. അപ്പം നല്ലൊരു ജ്യോത്സ്യൻ്റെ അടുത്ത് പോയാൽ കൂടോത്രവും മന്ത്രവാദവും ചെയ്യാതെ തന്നെ ആ ഭൂമിയുടെ കാരകത്വം നോക്കിയിട്ട് ഭൂമി അനുകൂലമാണോ പ്രതികൂലമാണോ എന്ന് നോക്കിയതിന് ശേഷം ഭൂമിയുടെ ദേവനായ സുബ്രഹ്മണ്യൻ, ഗോചരാശി വന്ന സുബ്രഹ്മണ്യനാണ്, യുഗ്മരാശി വന്ന ദുർഗയും ദേവിയുമാണ്. അപ്പോൾ ഇവർക്ക് അതിൻ്റേതായ വഴിപാടുകൾ നടത്തി അവരെ പ്രസാദിപ്പിച്ചാൽ ആ ഭൂമി ഇത്ര മാസത്തിനുള്ളിൽ നമുക്ക് വിറ്റുപോകണം, ആ വിറ്റുപോകണേ ദൈവമേ എന്ന് അവിടെ വഴിപാടുകൾ നടത്തി, അതിന് ചില വഴിപാടുകളൊക്കെ ഉണ്ട്. ആ വഴിപാടുകളൊക്കെ നടത്തി പ്രാർത്ഥിച്ചാൽ നമുക്ക് ആ ഭൂമി വിൽക്കാൻ സാധിക്കും. അല്ലാതെ കൂടോത്രവും മന്ത്രവാദം ചെയ്തിട്ടൊന്നൊരു കാര്യമൊന്നുമില്ല. ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം.
ജ്യോതിഷ സംബന്ധമായ ഇതുപോലെയുള്ള എന്ത് കാര്യത്തിന് വേണ്ടിയാണെങ്കിലും നിങ്ങൾക്ക് എന്നെ വിളിക്കാം. നന്ദി, നമസ്കാരം.